ഓം ശാന്തി. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് രോഗങ്ങളില്ലാതെ ദീർഘായുസ്സോടുകൂടി നിലനിൽക്കണമെന്നാണ്. കാരണം നമ്മുടെ ജീവിതം നമ്മൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അതിലൊന്ന് ആയുസ് കൂടുതലുണ്ടാവണം. അത്രയും ആയുസ്സിൽ നമ്മൾ രോഗങ്ങളൊന്നുമില്ലാതെ നല്ല വെൽ ഫിറ്റ് ആയിട്ടിരിക്കണം. ബോഡിക്ക് ഫിറ്റ്നസ് ഇല്ലാതെ ആയുസ് കിട്ടാൻ എന്താ കാര്യം? ജീവിതകാലം മുഴുവൻ രോഗിയായിട്ട് ജീവിക്കുക. ഇനി നല്ല വെൽഫിറ്റ് ബോഡി, ആരോഗ്യമുണ്ട്, ആയുസില്ലെങ്കിലോ അകാല മൃത്യു. അപ്പൊ ആരോഗ്യവും ആയുസ്സും, കാരണം ആരോഗ്യ വർധനം എന്ന് പറയുന്നു. ആയുസ്സും വേണം, ആരോഗ്യവും വേണം. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതിന് രോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളൊരു സബ്ജക്റ്റിൽ നമ്മളെല്ലാവരും കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുണ്ട്. ശരിക്കും എന്താണ് രോഗപ്രതിരോധം? ശരീരത്തെയും അതേസമയം മനസ്സിനെയും, അതായത് ആത്മാവിനെയും പുനരുജ്ജീവിപ്പിക്കുക. നമ്മുടെ ശരീരത്തിന് റീചാർജ് ചെയ്യണം, ആത്മാവിനെയും റീചാർജ് ചെയ്യണം. ആ റീചാർജിങ്ങിലൂടെ നമുക്ക് എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ സാധിക്കും. അതായത് ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ശരിയാണെങ്കിൽ രോഗത്തെ പ്രതിരോധിക്കാൻ ശരീരത്തിന് സാധിക്കും. അതുപോലെ ആത്മാവിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ അതിന് ആവശ്യമില്ലാത്ത ഫീലിങ്സ്, ഇമോഷൻസ്, വികാരങ്ങൾ ഇതിൽ നിന്നെല്ലാം വേറിട്ടിരിക്കാനും സാധിക്കും. നമുക്കറിയാം, നല്ല ഭക്ഷണം, ശരിയായ വ്യായാമം, വിശ്രമം, ഈ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരം റീചാർജ് ചെയ്യപ്പെടുന്നത്. ഇവ 3ഉം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ളവരായിട്ട് മാറാൻ സാധിക്കും. അപ്പൊ ശരീരത്തിന് ഈ 3 ഘടകങ്ങൾ, അതായത് ഭക്ഷണവും വ്യായാമവും വിശ്രമവും ഇതുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണോ, മനസ്സിനും ഈ 3 കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആണ്. അതായത് ആത്മാവിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പോസിറ്റീവ് ചിന്തകളാണ്. ഇനി വ്യായാമം എന്നത് നമ്മുടെ ചിന്തകളെ ഒരു പോസിറ്റീവായ ദിശയിലേക്ക് മാറ്റുക, അതിന് പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. ബോഡിക്ക് അങ്ങനെയല്ലേ, നമ്മൾ പ്രത്യേക രീതിയിൽ കൈകാലുകൾ ചലിപ്പിക്കണം, പ്രത്യേക രീതിയിൽ ശ്വാസോച്ഛ്വാസം ക്രമീകരിക്കണം. അതേപോലെ ചിന്തകളെയും ശരിയായ രീതിയിൽ ശരിയായ ദിശകളിലേക്ക് ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ആ പ്രോസസ്സിൻ്റെ പരിശീലനമാണ് ഇവിടെ മനസ്സിൻ്റെ വ്യായാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കഴിഞ്ഞാൽ വിശ്രമം, നല്ലതുപോലെ വിശ്രമിക്കണം ആരോഗ്യത്തിന്. ഇവിടെ ആത്മാവിൻ്റെ വിശ്രമം എന്താണ്? മനസ്സിനെ പീസ്ഫുൾ ആക്കി വെക്കുക, മനസ്സിനെ സൈലന്റ് ആക്കി വെക്കുക, ആ സ്റ്റിൽനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ആ മനസ്സമാധാനം, അതാണ് വിശ്രമം. ഇപ്പൊ ശരീരത്തിന് ഈ 3 കാര്യങ്ങൾ ആവശ്യമുള്ളതുപോലെ ആത്മാവിനും ഈ പറയുന്ന പോസിറ്റീവ് ചിന്തകളാകുന്ന ഭക്ഷണവും ചിന്തകളെ പോസിറ്റീവ് ദിശയിലേക്ക് നയിക്കുന്ന വ്യായാമങ്ങളും മനസ്സമാധാനത്തോടിരിക്കുന്ന വിശ്രമവും ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സും കൂടുതൽ കൂടുതൽ ചാർജ് ചെയ്യപ്പെടും. അതിലൂടെ നാം ഓരോ വ്യക്തികളും മെന്റലി നല്ല പവർഫുൾ ആവും. അതുകൊണ്ട് തന്നെ ഞാൻ മാനസികമായി സശക്തീകരിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ഏത് വിപരീത സാഹചര്യം വന്നാലും ഞാൻ അതിനടുപ്പെടും. എനിക്കറിയാം അത് വേണ്ട, എനിക്ക് പലതിനെയും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ ജീവിതത്തിൽ നല്ല അവാർഡ് കരസ്ഥമാക്കാനും പറ്റും. ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു അഭ്യാസം ചെയ്യൂ. ഇന്ന് ഞാൻ ഏതെങ്കിലും പോസിറ്റീവായ ചില കാര്യങ്ങൾ വായിച്ച് മനസ്സിന് സച്ചിന്തകളാകുന്ന ആഹാരം കൊടുക്കും. ഞാൻ കുറഞ്ഞത് 5 തവണയെങ്കിലും ഓർമ്മയുടെ വ്യായാമം ചെയ്യും. അതായത് മൈൻഡ് ഡൈവേർട്ട് ടെക്നിക് ഇന്നത്തെ ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്യും. കുറച്ച് മിനിറ്റെങ്കിലും ഞാൻ എല്ലാം മറന്ന് അല്പം സമാധാനത്തോടുകൂടി റെസ്റ്റ് ആയി സ്റ്റിൽനെസ്സിൽ മനസ്സിനെ ശാന്തമാക്കി മെഡിറ്റേറ്റീവ് മൂഡിൽ ഞാൻ ഇരിക്കും. അതിനുവേണ്ടി സമയം കണ്ടെത്തും. ഇങ്ങനെ നമ്മൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ജീവിതശൈലിയുടെ പരീക്ഷണത്തിന് ഈ അഭ്യാസം നമ്മളെ പ്രേരിപ്പിക്കും. ഈ അഭ്യാസം, ഈ പ്രാക്ടീസ് നമുക്ക്
നമ്മൾ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് പെർഫെക്ഷൻ, അതായത് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ നിരന്തരമായ ഈ അഭ്യാസത്തിലൂടെ നമുക്ക് ഒരു സകാരാത്മകമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടും മാറാൻ സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ പോയിന്റ്സുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ പ്രാക്ടീസ് എന്താണ്? ഞാൻ മനസ്സിന് നല്ല ആഹാരം കൊടുക്കും, മനസ്സിന് ഞാൻ നല്ല എക്സസൈസ് കൊടുക്കും, ഞാൻ മനസ്സിനെ യഥാർത്ഥ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകും. അല്പസമയമെങ്കിലും ഒരു ടെൻഷനും ഇല്ലാതെ, ചിന്തയില്ലാതെ വളരെയധികം ലൈറ്റ് ആയിരിക്കുന്ന അവസ്ഥയാണ് നേരത്തെ പറഞ്ഞ വ്യായാമം. ഓക്കെ, ഓം ശാന്തി.